സാറേ, ഈ വളപട്ടണത്തിൽ നടന്ന 300 പവനും 1 കോടി രൂപയും അടിച്ചു മാറ്റിയ വില്ലാളി വീരനെ ദിവസങ്ങൾക്കുള്ളിൽ പൊക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ലഡ്ഡു കഴിച്ച് ആഘോഷിക്കുകയാണ്. കേരളത്തിൽ ഒരുപക്ഷെ 300 പവനൊക്കെ തന്നെ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് പോകുമോ എന്നൊക്കെ വളരെ വലിയൊരു സംശയം നടക്കുന്നുണ്ട്. വളരെ സാധുവായിരുന്നു, നല്ലവനായ ഉണ്ണിയാണ് നാട്ടിലെ, എല്ലാവർക്കും അതാണ് അത്ഭുതം. 2 മോഷണങ്ങളെ ഒരുമിച്ചിപ്പോൾ കണ്ണൂർ സ്ക്വാഡ് തെളിയിച്ചിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡിന് ഇപ്പോൾ വലിയ വീരപരിവേഷമാണ്. കണ്ണൂരിലെ ആ പോലീസ് സംഘം അതിവിദഗ്ധമായി കേരളത്തിലെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്ന് തെളിയിച്ച ഖ്യാതി നേടിക്കഴിഞ്ഞു. തൊണ്ടി മുതലടക്കം 1 പവൻ പോലും നഷ്ടപ്പെടാതെ ആ കള്ളനിൽ നിന്ന് വീണ്ടെടുത്തു. കീച്ചേരിയിൽ നടന്ന മറ്റൊരു മോഷണവും ഒരേ സമയം ഈ പോലീസ് സ്ക്വാഡ് തെളിയിക്കുന്നു. മുമ്പ് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കണ്ണൂർ സ്ക്വാഡ്. അതിനിപ്പോൾ വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വൈരുദ്ധ്യം എന്ന് പറയട്ടെ, ഇവിടെ പോലീസിനെ വാഴ്ത്തുന്നവർ മറുവശത്ത് നമ്മുടെ നവീൻ ബാബു കൊലക്കേസിലെ ഇതേ കണ്ണൂർ സ്ക്വാഡിന്റെ ബലഹീനതയും ദയനീയതയും നമുക്ക് മുന്നിലുണ്ട്. അതേ കണ്ണൂർ സ്ക്വാഡ് അവരുടെ ആ ഒരു ദുർബലാവസ്ഥ മറയ്ക്കാൻ ഈ മോഷണത്തെ ഇത്രയധികം വാഴ്ത്തിപ്പാടേണ്ടതുണ്ടോ? അതാണ് കാതലായ ചോദ്യം. 1 കോടി രൂപയല്ല, 1,27,00,000 രൂപയാണ്. അഷ്റഫ് എന്ന മരയൂളയാണ് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിന്റെ ഇമേജ് വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു കേരളത്തിലെ ഒരു അരി മൊത്ത വ്യാപാരി. പണ്ട് നമ്മളൊരു അരിക്കച്ചവടക്കാരന്റെ കഥയൊക്കെ മമ്മൂട്ടിയിലൂടെ കണ്ടിട്ടുണ്ട്. ഒരു പ്രാഞ്ചിയേട്ടന്റെ കഥ, തൃശ്ശൂർ എത്തിയിട്ടില്ല വീട്ടിൽ ഇത്രയും വലിയ മോഷണം നടന്നിട്ടും. അല്ല, 19-ാം തീയതി മധുരയിലേക്ക് ഒരു വിവാഹത്തിന് പോകുന്നു ഈ അഷ്റഫും കുടുംബവും. വീട്ടിലെ ലോക്കറിൽ നമ്മുടെ കാക്കക്കുയിൽ എന്നൊരു സിനിമയില് ഒരു താക്കോലിന്റെ കഥയുണ്ട്, സമാനമാണ്. വീട്ടിൽ ലോക്കറിന് തൊട്ട് മുകളിലൊരു മരം കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം അറയ്ക്കകത്ത് സ്വർണവും പണവും ഒക്കെ നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഇത് ഒരു താക്കോലിട്ട് പൂട്ടുന്നു. ഈ താക്കോൽ മറ്റൊരു മുറിയിലെ അലമാരയിൽ വെച്ച് ആ അലമാര ഒരു താക്കോലിട്ട് പൂട്ടുന്നു. വീണ്ടും ആ താക്കോൽ എടുത്ത് വേറൊരു മുറിയിൽ വളരെ സുരക്ഷിതമായി ഒരു പെട്ടിക്കകത്ത് വയ്ക്കുന്നു. ഈ വീട്ടിൽ കയറി കള്ളൻ വളരെ നിഷ്പ്രയാസം 2 അലമാരകളും തകർത്തു, ഈ ലോക്കറും പൊട്ടിച്ചെടുത്തു. വളരെ സജ്ജീകരണങ്ങളോടെയാണ് ഈ കള്ളൻ അകത്ത് കയറിയത്. ലിജീഷ് എന്ന ഒരു കേരളത്തിലെ സാധാരണ ആളുകളൊക്കെ വിശ്വസിച്ച് ഒരുപക്ഷെ കുറുവാ സംഘമായിരിക്കും ഇത്ര വലിയ മോഷണം നടത്തിയത്. അതിനൊരു കാരണമുണ്ട്. പോലീസ് സ്ക്വാഡ് പോലീസ് ഡോഗും എത്തിയപ്പോൾ പോലീസ് ഡോഗ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ മണത്ത് പിന്നീട് ഈ ലിജീഷിന്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അന്ന് പക്ഷെ നമ്മൾ കേട്ടത് അവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വരെ എത്തിയ പോലീസ് നായയെ കുറിച്ചാണ്. ഒന്ന് ഓർക്കണം, ഈ 300 പവൻ സ്വർണം വീട്ടിൽ വെച്ച് 1.25 കോടി രൂപ വീട്ടിൽ വെച്ച് ഒരു താക്കോല് വെച്ച് പൂട്ടി 19-ാം തീയതി നേരെ ഈ അഷ്റഫും കുടുംബവും മധുരയിലേക്ക് പോവുകയാണ്. ഒരു വിവാഹത്തിൽ വീട്ടിലൊരു സെക്യൂരിറ്റി ഇല്ല. ആകെ കൂടി പറയുന്ന തൊട്ടടുത്തൊരു കെട്ടിടത്തിൽ 5 അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. വീട്ടിൽ എന്തെങ്കിലും ബഹളം വന്നാൽ അവർ ഇറങ്ങി നോക്കുമെന്ന പ്രതീക്ഷ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അരി മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ ജോലിക്കാരായിരുന്നു ഈ 5 എണ്ണം. പക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരൊന്നും ഒരു ശബ്ദവും കേട്ടില്ല. നേരെ മധുരയിൽ പോയി 24-ാം തീയതിയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ലിജീഷ് എന്ന ഈ കള്ളൻ 20-ാം തീയതി വീട്ടിൽ കയറുന്നു. 40 മിനിറ്റ് നീണ്ടു നിന്ന ഓപ്പറേഷനാണ് കള്ളന്റെ. നാട്ടിലൊക്കെ വലിയ സാധുവായിട്ട് അറിയപ്പെടുന്ന ഒരു കള്ളൻ. പക്ഷേ സാധാരണ ആൾക്കാർക്കൊന്നും ഇയാളെ സംശയമില്ല. ഗൾഫിൽ ജോലി ചെയ്ത് തിരികെ വന്ന് നാട്ടിൽ വെൽഡിംഗ് ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഈ ശരീരപ്രകൃതം കാണുമ്പോൾ മാർട്ടിനെ ഓർമ്മ വരുന്നുണ്ടോ സാർ? ഇതിന് മുൻപ് ഈ സ്ഫോടനം നടത്തിയ മാർട്ടിൻ, അദ്ദേഹത്തിന്റെ സമാനമായ രീതിയിൽ ഒരു ശരീരപ്രകൃതം കാണുമ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നു. അതായത് ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരു സ്ഫോടനം നടത്തിയ മാർട്ടിൻ, അതേപോലെ തോന്നുന്നു. ഇനി ലിജീഷും ഒക്കെ ചേർന്ന് ഈ കോക്കസിനെ കണ്ണൂർ സ്ക്വാഡിന്റെ ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി ഒരിക്കലും ഒരു നാടകമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആകെ കൂടി ഈ ഇത്തരം മരയുള്ളകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന സംശയമാണ് ഈ വാർത്ത ആദ്യം കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഇത്രയധികം സ്വർണവും പണവും ഒക്കെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ പൂട്ടിവെച്ച് ഇതൊക്കെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈകഴുകി പോകുന്ന ഈ വ്യവസായികളും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണ്. ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം വ്യക്തിക്ക് സുരക്ഷയും ആ വ്യക്തിയുടെ സ്വത്തിന് സുരക്ഷയും നൽകുക, അതിൽ വിട്ടുവീഴ്ചയില്ല. അത് തീർച്ചയായിട്ടും പോലീസ് അതിൽ തങ്ങളുടെ ഉത്തരവാദിത്വം മറക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ ഊളത്തരം കാട്ടിയിട്ട് അതൊക്കെ പോലീസിന്റെ സുരക്ഷയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. ലിജീഷിനെ നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടി.
ലിജീഷ് തന്നെ കാണിച്ചു കൂട്ടിയ കുറച്ച് മണ്ടത്തരങ്ങളിലൂടെയാണ് പോലീസ് ലിജീഷിൽ എത്തുന്നത്. 19-ാം തീയതി രാത്രി ഇവർ പോയതിനു ശേഷം 20-ാം തീയതിയാണ് മോഷണത്തിനായി ലിജീഷ് അഷ്റഫിന്റെ വീട്ടിലെത്തുന്നത്. ലിജീഷിന് വ്യക്തമായി അറിയാം ഇവർ മധുരയ്ക്ക് പോയതാണ്, ഉടനെ ഒന്നും തിരിച്ചു വരില്ല, വിവാഹം കഴിഞ്ഞേ വരുള്ളൂ. ജനൽ കമ്പി വളച്ച് അകത്ത് കടന്ന ലിജീഷ് റൂമിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ CCTV ക്യാമറ കണ്ടു, അത് തിരിച്ചു വെച്ചു. തിരിച്ച് ഈ രാത്രിയിൽ വെപ്രാളത്തിനിടയിൽ തിരിച്ചു വെച്ചപ്പോൾ നേരെ പുറത്തേക്ക് തിരിച്ചു വെക്കേണ്ടതിന് പകരം മുറിയിലേക്കാണ് തിരിച്ചു വെച്ചത്. അപ്പൊ ഇയാൾ അകത്ത് കിടക്കുന്നതൊക്കെ ഈ ക്യാമറയിൽ പതിഞ്ഞു കൃത്യമായിട്ട്. പോലീസിന് അങ്ങനെ കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നു, പൂർണ്ണ ചിത്രം ലഭിക്കുന്നു. മുറിയിൽ കയറി ഇയാൾ കാട്ടിക്കൂട്ടുന്ന വിക്രികളൊക്കെ ഈ ക്യാമറയിൽ CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. മാസ്ക് വെച്ചിട്ടുണ്ട്, വേണ്ടത്ര ടൂളുമായിട്ടാണ് വന്നത്. കാരണം വെൽഡിംഗ് കിറ്റും സാധനമൊക്കെ വേണം ഈ ലോക്കർ പൊളിച്ചെടുക്കണമെങ്കിൽ. ലോക്കറൊക്കെ പൊളിച്ചു വളരെ ഭദ്രമായി മോഷണം നടത്തി ഇയാൾ മടങ്ങി. പക്ഷെ ഈ ടൂൾ കിറ്റ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് 21-ാം തീയതി വീണ്ടും ലിജീഷ് ഈ വീട്ടിലെത്തുന്നത്. ടൂൾ കിറ്റ് എടുക്കാൻ രണ്ടാമത് വരുന്നത് ഈ CCTVയിലുണ്ട്. വളരെ കൂളായി വീട്ടിലേക്ക് പോകുന്നു. എല്ലാ ഓപ്പറേഷനുകളും പൂർത്തിയായി. അഷ്റഫ് തിരിച്ചു വരുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു. CCTV പരിശോധിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി, ഈ അഷ്റഫിന്റെ വീടുമായി അടുത്ത ബന്ധം. കാരണം കൃത്യമായി ജനൽ കമ്പി വളച്ച വീട്ടിലേക്കൊക്കെ കയറുന്ന രീതി പരിശോധിച്ചപ്പോൾ ഇല്ല, വളരെ ഭദ്രമായി ഈ സ്വർണത്തെക്കുറിച്ചും ഈ പണത്തെക്കുറിച്ചും ഒക്കെ ഏകദേശ ധാരണയുള്ള ഒരാളായിരിക്കും എന്ന് പോലീസ് ഉറപ്പിച്ചു. തൊട്ടടുത്ത വീടുകളിലൊക്കെ ഒരു നിരീക്ഷണം നടത്തണമല്ലോ. തൊട്ടടുത്ത ദിവസം ഇതിലെ വിരലടയാളം പരിശോധിച്ചപ്പോൾ കീച്ചേരിയിലെ ഒരു മോഷണത്തിൽ മോഷ്ടാവിന്റെ വിരലടയാളം കിട്ടിയിരുന്നു, സമാനമാണ്. അവിടെ 4.5 പവനും പൈസയോ 12 ലക്ഷം രൂപയുമായിരുന്നു മോഷ്ടാവ് എടുത്തത്. അപ്പോൾ അതേ വിരലടയാളം ഇവിടെയും ലഭിക്കുന്നു. അപ്പോൾ പോലീസിനെ ബാക്കി കൂടി ഒന്ന് ഉറപ്പിക്കണമായിരുന്നു. പിറ്റേന്ന് രാവിലെ തൊട്ടടുത്ത വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഒന്ന് കയറി ഇറങ്ങുന്നത് പോലെ പോലീസ് സ്വാഭാവികമായി ലിജീഷിന്റെ വീട്ടിലെത്തി. ലിജീഷ് ടൂൾ കിറ്റൊക്കെ എടുത്ത് രാത്രി വന്ന് കിടന്ന് ആകെ അസ്വസ്ഥനായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ ദേഹത്ത് ചിലന്തി വലയിരിക്കുന്നു. അപ്പോൾ പോലീസ് നേരത്തെ തന്നെ നോക്കി, ഈ വീടിന്റെ ജനൽ വഴി അകത്തേക്ക് കിടന്നപ്പോൾ അവിടെ ചിലന്തി വലയുടെ ചില പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പോലീസ് ഇത് എവിടെ നിന്ന് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇയാളൊന്ന് പരിങ്ങി. അപ്പോൾ തന്നെ ഉറപ്പിച്ചു, മൊബൈൽ ഫോൺ ഇവന്റെ നിന്ന് മേടിച്ചു. മൊബൈൽ ഫോണിലെ വെള്ളടയാളം നോക്കിയപ്പോൾ കറക്റ്റ് ആണ്. പോലീസിന് കൃത്യമായി പ്രതിയെ മനസ്സിലായി, എങ്കിലും പൂർണ്ണമായി മനസ്സിലായില്ല എന്നുള്ള ഒരു ധാരണ വരുത്തിക്കൊണ്ട് ഇവനെ നിരീക്ഷണത്തിലിട്ടു. അതിനുശേഷം ഈ അഷ്റഫുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 35ഓളം പേരെ നിരീക്ഷിച്ചു. ഇനി ഇവനെ ആരെങ്കിലും, ഈ ലിജീഷിനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നറിയണം. 250ഓളം ആളുകളെ ചോദ്യം ചെയ്തു. 35ഓളം ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഈ അഷ്റഫിന്റെ വീട്ടിലെ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലൊക്കെ ക്യാമറകൾ അരിച്ചു പെറുക്കി. ഈ ക്യാമറയില് CCTVയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരൊറ്റ നിമിഷം പോലും പാഴാക്കരുതല്ലോ. അപ്പോൾ അത്രയേറെ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വിപുലമായ അന്വേഷണ സംഘം, വിരലടയാള വിദഗ്ധർ, ബാക്കി ഫോറൻസിക് വിദഗ്ധർ അടക്കം അതിബൃഹത്തായ ഒരു അന്വേഷണ സംഘം. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ അതിസാഹസികമായി തങ്ങൾ പ്രതിയെ പിടിച്ചു എന്ന രീതിയിൽ പോലീസ് ലിജീഷിനെ പിടിക്കുന്നു. ഇവനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുന്നു. അതെ, പിന്നീട് ഇവനെ ഈ ലിജീഷിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനേക്കാൾ വലിയ അത്ഭുതങ്ങളാണ് അവിടെ. സ്വന്തം ബെഡിന് താഴെ വെൽഡ് ചെയ്ത് പ്രത്യേക അറയൊരുക്കി ഇതൊക്കെ അതിനകത്ത് സുരക്ഷിതമായി വെച്ചിരിക്കുന്നു. ഇനി വരുന്നത് സൂക്ഷിച്ചു വെക്കണമല്ലോ. ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു, അതിന്റെ ചുറ്റും അറ പോലെയാണ്. അവിടെയും വളരെ ഭദ്രമായി സ്വർണവും പണവും ഒക്കെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. ഒരിക്കലും സംശയം തോന്നാത്ത തരത്തിൽ ഇതൊക്കെ പോലീസ് കൈകാര്യം ചെയ്ത് നടത്തിയപ്പോൾ മണിമണിയായി ഇവൻ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. തലേ ദിവസം 21-ാം തീയതി 20-ാം തീയതിയും ആ വീട്ടിൽ കയറിയപ്പോൾ മാസ്കും ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം കത്തിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാ തെളിവുകളും ബുദ്ധിപൂർവ്വം നശിപ്പിച്ചു കളയുകയും ഒക്കെ ചെയ്തെങ്കിലും കൃത്യമായ മോഷണത്തിന്റെ തെളിവുകൾ അവശേഷിക്കുന്നു. പോലീസ് അവനെ പിടിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും സംഘവും മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രതിയെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. വലിയ കയ്യടിയാണ് കേരളത്തിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡിന് ലഭിക്കുന്നത്. ഇത്ര വലിയൊരു മോഷണം പിടിച്ച പോലീസിനെ അഭിനന്ദിക്കുകയാണ് കേരളം. സോഷ്യൽ മീഡിയ ഒക്കെ പെട്ടെന്ന് തിരിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭയപ്പെടുത്തുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ഇതാണ് നമ്മുടെ കേരള പോലീസ്. കേരള പോലീസിന് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എന്താണ് പോലീസിന് സംഭവിച്ചത്? അവസാനമായി അർജിത്തിനെ നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലാണ്. കീഴടങ്ങുന്നില്ല, എന്നാൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അതെ, ഇപ്പോൾ വലിയ ഒരു മോഷണം
തെളിയിച്ച ഖ്യാതിയിൽ വീരപരിവേഷം. ഒരു വീരപരിവേഷത്തിൽ കണ്ണൂർ സ്ക്വാഡ് തിളങ്ങുന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. കേരള പോലീസ് ലിജീഷ് എന്ന കള്ളനെ പിടിച്ച കഥ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ലഡു വിതരണം മാത്രമല്ല, പോലീസ് സേനയിലൊക്കെ വലിയ ഉണർവ് കണ്ണൂർ സ്ക്വാഡ് വരുത്തിയിരിക്കുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ ഇതേ കണ്ണൂർ സ്ക്വാഡിന് നവീൻ ബാബുവിന്റെ കൊലപാതകം തെളിയിക്കാൻ ആരാണ് തടസ്സമുണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ഇത്ര ആർജവത്തോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന കണ്ണൂർ സ്ക്വാഡ് നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സാഹചര്യ തെളിവുകൾ വിശദമാക്കുന്ന CCTVകൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? എന്തുകൊണ്ട് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയ ആ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല? നവീൻ ബാബുവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢതകൾ അവസാന നിമിഷം നമുക്ക് മുന്നിൽ, നവീൻ ബാബുവിൻ്റെതായ നിഗൂഢതകളല്ല, നവീൻ ബാബുവിന്റെ ശത്രുക്കൾ ഒരുക്കിയ നിഗൂഢതകൾ, ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ അടക്കം പറഞ്ഞ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായും ദൂരീകരിക്കുക, ഇതൊക്കെ തെളിയിക്കുക, അത് കണ്ണൂർ സ്ക്വാഡിന് പോലീസിന് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അതെ, അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണമാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതായത് ഇത് കണ്ടുപിടിച്ച് മതിയാകൂ എന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. മറുവശത്ത് പാർട്ടി കുടുംബത്തിനോടൊപ്പം എന്ന് പറയുമ്പോഴും പാർട്ടിയുടെയും ഒരു ആവശ്യം, സർക്കാരിന്റെയും ഒരു ആവശ്യം കണ്ടുപിടിക്കുക എന്നതാണ്. മുനീശ്വരൻ കോവിലിൽ വന്നതിന് ശേഷം എവിടേക്കാണ് നവീൻ ബാബു പോയെന്ന് ചോദിച്ചാൽ ഇതുവരെയും ആരും ഒരു ഉത്തരം നൽകുന്നില്ല. ഉള്ള CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാണ് മഞ്ജുഷ കോടതിയിലേക്ക് വീണ്ടും പോയത്. അത് നഷ്ടപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, മഞ്ജുഷയുടെ ഹർജിയിലെല്ലാം വ്യക്തമാണ്. ഇന്ന സ്ഥലങ്ങളിലെ മുനീശ്വരൻ കോവിലിന്റെ റെയിൽവേ സ്റ്റേഷനിലെ അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് പോയ ഇടങ്ങളിലെ ക്വാർട്ടേഴ്സിന് മുന്നിലെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണം. ഇതാണ് ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം. മറ്റൊന്ന്, ഷംസുദ്ദീന്റെ, പ്രശാന്തന്റെ, PP ദിവ്യയുടെ, കളക്ടറുടെ മൊബൈൽ ഫോൺ ഒരു ഡാമേജും വരാതെ പരിശോധിക്കണം. അതൊക്കെ ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് കൊടുക്കണം, കോടതി കസ്റ്റഡിയിൽ വാങ്ങണം. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഗതികേട് തന്നെയാണ് നമുക്ക് മുന്നിൽ. ഒരു വശത്ത് ഒരു കള്ളനെ പിടിക്കാൻ അതിസാഹസികമായി CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ പരിശോധനകളും ഒക്കെ നടത്താൻ മടിയില്ലാത്ത പോലീസ്, മറുവശത്ത് കേരളത്തെ നടുക്കിയ ഏറ്റവും വേദന നിറഞ്ഞ ഒരു മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ കാട്ടുന്ന അലംഭാവം. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി കേരള പോലീസ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ കൃത്യമായ അടയാളമാണിത്. ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകളില്ല. ആരും ഏതുമില്ലാത്ത ഒരു മോഷ്ടാവിന് വേണ്ടി വലിയ രാഷ്ട്രീയ കവചമൊരുക്കാൻ നേതാക്കളില്ല, രാഷ്ട്രീയ സംവിധാനങ്ങളില്ല, പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ തരികടയില്ല, മറ്റ് പോലീസ് മേധാവികളുടെ ഇടപെടലുകളില്ല. എന്തിനേറെ ജില്ലാ കളക്ടർ പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചു. ഒടുവിൽ പ്രതിയെ കണ്ടെത്തുന്നതിൽ അവർ വിജയിച്ചു. അതിൽ നമുക്ക് പോലീസിനെ അഭിനന്ദിക്കാം. പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ മടി കാട്ടുന്ന പോലീസിന്റെ സമീപനം. പക്ഷെ ഇത് അധിക ദിവസം നീണ്ടു നിൽക്കില്ല. ഇന്നിപ്പോൾ 2-ാം തീയതിയാണ്. 6-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുൻപാകെ പോലീസ് ഹാജരാക്കണം. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചാൽ അത് പോലീസിന്റെ മുഖത്തേറ്റ അടിയാകും. ഹൈക്കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ടുമായി ചെല്ലുമ്പോൾ അതിനൊരു പൊൻതൂവൽ ചാർത്താനുള്ള ശ്രമമാണ് ഈ കണ്ണൂർ സ്ക്വാഡിന്റെ ഈ പെട്ടെന്നുള്ള മോഷ്ടാവിനെ പിടുത്തവും ഇത് മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നതുമൊക്കെ. അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് വളരെ മികവുറ്റ പോലീസാണ്, അന്വേഷണ കഴിവുണ്ട്, ഈ കേസ് CBIക്ക് പോലും വിടേണ്ടതില്ല എന്നൊക്കെ കോടതിയിൽ ഇനി പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കുന്നത് ഇത്തരം വാദമുഖങ്ങൾ ഉയർത്തിയാകും. പക്ഷെ അതിലപ്പുറം ഒരു വിധവയുടെ കണ്ണീർ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയുടെ കണ്ണീർ, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നവീൻ ബാബുവിന്റെ കൊലപാതകം ഒരു വശത്ത് ആ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് കുഴിച്ചു മൂടി അത് ദുരൂഹമായി തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതുന്ന പോലീസ് മറുവശത്ത് കള്ളനെ പിടിക്കുന്നു. അതെ, ഇന്ന് ഡിസംബർ 2-ാം തീയതി മുതൽ 27-ാം തീയതി വരെ കണ്ണൂർ കളക്ടർ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ണൂർ കളക്ടറിന്റെ പേര് ആദ്യം മുതൽ തന്നെയാണ് ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിലും വലിയ രീതിയിലുള്ള അലംഭാവം കാണുന്നു. സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള പരിശീലനത്തിന് അനുമതി നൽകുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് വളരെ പെട്ടിയ ദിവസം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുന്നു. അങ്ങനെ വളരെ വലിയൊരു വെപ്രാളം കാണുന്നു. ഈ 6-ാം തീയതി എന്ന് പറയുന്നത് മഞ്ജുഷയെ സംബന്ധിച്ച് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ വകയുള്ള കാര്യമായിരിക്കും സംഭവിക്കുക, നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളത്. അംബാൻ ഇന്നലെ രാത്രിയിലും ഉറങ്ങിയിട്ടില്ല. രാത്രി 1 മണി വരെ ഉറങ്ങിയിട്ടില്ല. കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഉറക്കമില്ല. കാരണം എങ്ങനെ ഉറങ്ങാനാണ്?
ചിലരൊക്കെ ആ പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്ന കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ദിവ്യേച്ചി അനുമതി കൊടുത്തില്ലായിരിക്കും അല്ലെ, അവധി പ്രഖ്യാപിക്കാൻ വരെ ദിവ്യേച്ചിയുടെ അനുമതിക്കായി കാത്തിരിക്കുന്ന ഒരു കളക്ടറെ പരിഹസിക്കുന്ന പൊതുസമൂഹം. അതില് നമുക്ക് പൊതുസമൂഹത്തിന്റെ ആ മനസ്സിന്റെ വേദന കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. ഇന്നലെ കളക്ടർ ഉറങ്ങിയില്ല എന്നതിന്റെ തെളിവല്ലേ 12 മണിക്ക് ശേഷം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. രാത്രിയിലും ഉറങ്ങാതിരുന്ന് പ്രവർത്തിക്കുന്ന അംബാനെ കുറിച്ചുള്ള വീരകഥകൾ അവിടെ നിൽക്കട്ടെ. എന്തായാലും കളക്ടർക്ക് ഉറക്കമില്ല എന്നത് വാസ്തവമാണ്. ഇന്നിപ്പോൾ ദില്ലിക്ക് പോയാലും അവിടെ ദില്ലിയിൽ സമാധാനത്തോടെ പരിശീലനത്തിൽ പങ്കെടുക്കാനൊന്നും അംബാന് കഴിയില്ല. 27-ാം തീയതി കേരളത്തിൽ വന്ന് കണ്ണൂരിലെ ചുമതല തന്നെ ഇനി തുടരണോ എന്ന കാര്യത്തിൽ 6-ാം തീയതി പിന്നീട് 9-ാം തീയതി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് മഞ്ജുഷയുടെ ഹർജി വരുമ്പോൾ ഒരു തീരുമാനമാകും. അതിൽ കളക്ടർക്കെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടായാൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാർ സ്വീകരിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ ഇതുവരെ ഈ കൊലയാളികളെ, കുറ്റവാളികളെ സംരക്ഷിച്ചു നിർത്താൻ പാടുപെടുന്ന കളക്ടറെ സർക്കാർ കൈയൊഴിയുക തന്നെ ചെയ്യും. ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കുന്ന ചില തിരക്കഥകളുടെ ഭാഗമാണ് ഇപ്പോൾ കളക്ടറെ നേരെ ദില്ലിയിലേക്ക് വിടുന്നതും. കാര്യങ്ങളുടെ ഒരു പോക്ക് ഏകദേശ ധാരണ ഉണ്ടാവുന്നത് വരെ ദില്ലിയിൽ നിൽക്കാനുള്ള ഒരു പരസ്പര ധാരണയോടെയുള്ള ഗൂഢാലോചനയും ഒക്കെ അതിലേക്ക് തന്നെയാണ്. കളക്ടർ കൃത്യമായ വ്യാജമൊഴിയാണ് നൽകുന്നത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പലവട്ടം പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന ഹർജിയിലും കളക്ടർ പൂർണ്ണമായി തള്ളി പറയുന്നുണ്ട്. ഈ വ്യാജമൊഴിയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ആ ഒരു വളപട്ടണത്തെ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഈ ദിവ്യ ഒളിവിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഏകദേശം ഒരാഴ്ചയോളം ദിവ്യയെ കാണാനില്ല, എവിടെയാണെന്നറിയില്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ കാണിക്കുന്ന ഉത്സാഹവും ഊർജവും ഈ ഒരു ആർജവും ഒക്കെ തന്നെ ലൊക്കേഷനൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ ബന്ധു വീട്ടിൽ വന്നു പോയെന്ന് പറയുന്നു, ആശുപത്രിയിൽ ചികിത്സ തേടി പോയെന്ന് പറയുന്നു. അപ്പോഴൊന്നും എന്തുകൊണ്ടേ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചില്ല? അങ്ങനെ വളരെ വലിയ ചോദ്യങ്ങൾ. ഈ ഒരു സൈഡിൽ ലഡു കൊടുത്ത് വിതരണം ചെയ്ത് ആഘോഷിക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ അങ്ങനെ ആഘോഷിച്ചാലും അതിന്റെ താഴെയൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ വന്ന് കമന്റ് ഇടുകയാണ്. ഈ പോലീസിന് എന്തേ ദിവ്യയെ പിടിക്കാൻ കഴിഞ്ഞില്ല, ഈ പോലീസിന് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭരണകൂടവും പോലീസും ജില്ലാ കളക്ടറും ഒക്കെ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. ജനങ്ങൾ പഴയ ജനമല്ല. സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള കാലഘട്ടമാണ്. അവർ മനസ്സിൽ തോന്നുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിക്കുന്നത് വസ്തുതയാണെങ്കിൽ, സത്യസന്ധമായ നിരീക്ഷണങ്ങളാണെങ്കിൽ അത് ക്ഷണനേരം കൊണ്ട് വൈറലാകും. അത് ജനങ്ങളുടെ ഇടയിലെ ഒരു തീക്കാറ്റ് പോലെ അങ്ങ് പടരും. അതിന്റെ ചൂടിൽ പിടിച്ചു നിൽക്കാൻ ഒരു കളക്ടർക്കും കഴിയില്ല. ഏത് ദില്ലിയിലെ തണുപ്പിലേക്ക് ഒളിച്ചാലും വീണ്ടും ഇതേ കളക്ടറെ വിധി വേട്ടയാടി തിരികെ എത്തിക്കും, തിരികെ വീഴ്ത്തും. അതേ തലത്തിലേക്ക് തന്നെയാണ് പി ദിവ്യയുടെ അവസ്ഥ. ഇപ്പോൾ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ പോകാൻ മാത്രം പുറത്തിറങ്ങുന്നുവെന്നാണ് ദിവ്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഇപ്പോൾ അവർക്ക് ഭയമാണ്. ആദ്യം ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച പി ദിവ്യയ്ക്ക് ജനങ്ങളെ ഭയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും ഭയക്കുന്നു. കാരണം ഫേസ്ബുക്കിൽ ഇന്നലെ കുറിപ്പിട്ട കളക്ടറുടെ അവസ്ഥ നമ്മൾ താഴെ ആ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇമാതിരി പൊങ്കാല നമുക്ക് അധികം കാണാൻ കഴിയില്ല. അതൊരു ജില്ലാ ഭരണാധികാരിക്കെതിരെയാണ് ജനങ്ങളുടെ പ്രതികരണം. ഇത് മറ്റ് ജില്ലാ ഭരണാധികാരികൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പാണ്. പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാരെ വളരെ പരിഹസിക്കും, രൂക്ഷമായ കമന്റുകൾ ഫേസ്ബുക്കിൽ കുറിക്കും. ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു തെറ്റ് വരുത്തിയാൽ എന്തിന് ഒരു വിധിയിൽ ഒരു അപാകത ഉണ്ടെങ്കിൽ ആ വിധിയെ പോലും കൃത്യമായി ചർച്ച ചെയ്യാൻ മടിയില്ലാത്ത ജനതയാണ് കേരളത്തിലുള്ളത്. അത് സമൂഹ മാധ്യമങ്ങളിലായാലും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്ന മറ്റ് അഭിപ്രായ പ്രകടനങ്ങളിലാണെങ്കിലും വ്യക്തതയാർന്ന ഒരു ജനതയുണ്ട്. അവർ കൂടുതൽ വാർത്തകളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് പഴയതിനേക്കാൾ ബോധവാന്മാരാണ് ഇപ്പോൾ. കാരണം ഈ സമൂഹ മാധ്യമങ്ങളുടെ, ഓൺലൈൻ ചാനലുകളുടെ ഒക്കെ കൂടുതൽ ശക്തമായ സാന്നിധ്യം അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നു, അഭിപ്രായങ്ങൾ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഭയമില്ലാതെ ഇപ്പോൾ CPM പോലും നേരിടുന്ന അത്തരം ഒരു ഘട്ടമാണ്. പാർട്ടിയിലെ വിമതർ, പണ്ടൊക്കെ വിമതർ പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെ കാല് അടിച്ചൊടിച്ചിടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭയം വിട്ടൊഴിഞ്ഞു തുടങ്ങി. കാരണം അത്തരം ഭയപ്പെടുത്തലുകളുടെ ഘട്ടം കാലം കഴിഞ്ഞുവെന്ന് പാർട്ടി തിരിച്ചറിയുന്നു. ഇത് കേരള പോലീസിനുള്ള മുന്നറിയിപ്പാണ്. തങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്ത് തീർക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഇതാ മോഷ്ടാവ് ലിജീഷിനെ പിടിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. ആ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുന്നു. ഇവനാണ് മോഷ്ടാവ് എന്ന് പോലീസ് ഇവന് നേർക്ക് കൈ ചൂണ്ടുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അതെ, അതേ പോലീസ് പി ദിവ്യയെ പിടിച്ചുകൊണ്ടുപോയത് അതീവ രഹസ്യമായി. എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് ദിവ്യ എന്ന് കയറിയത് എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു.
പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ദിവ്യയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ പോലീസ് തന്നെ വലയം തീർക്കുന്നു, കർട്ടനുകൾ ചാടി നൂർത്തിട്ട് അവരെ സംരക്ഷിക്കുന്നു. പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും ഇവരുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് കിട്ടാതിരിക്കാൻ സർവത്ര ശ്രമിക്കുന്ന പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന അതീവ രഹസ്യമായി പിന്നാമ്പുറ വാതിലുകളിലൂടെ അവരെ രക്ഷപ്പെടുത്തുന്നു. ഒടുവിൽ ദിവ്യ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ ഒരു അസൽ മുഖം മാധ്യമങ്ങളുടെ മുന്നിൽ കിട്ടുന്നത്. അതും രക്തഹാരം അണിയിക്കാൻ അവിടെ ഇടിച്ച് കൂടിയിരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് മുന്നിലേക്ക് ഒരു വീര സാഹസികത നടത്തി കടന്നു വരുന്നത് പോലെയാണ് അന്ന് അവർ കടന്നു വന്നത്. പക്ഷേ ഇതിനെല്ലാം നേർ വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ മോഷ്ടാവിന്റെ കാര്യത്തിൽ കാണുന്നത്. ഒരു മോഷ്ടാവിനെ നമുക്ക് വാഴ്ത്തി പാടേണ്ടതില്ല. ആ മോഷ്ടാവ് പിടിക്കപ്പെടണം, അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് കൊടുക്കുകയും ചെയ്യണം, അതിൽ പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്യണം. പക്ഷെ ഇരട്ടത്താപ്പ്, ഇരട്ട നീതി അത് ഇവിടെ ചൂണ്ടിക്കാട്ടാതെ പോയാൽ അതൊരു ചരിത്രത്തോട് ചെയ്യുന്ന ക്രൂരതയാകും. തീർച്ചയായും ചരിത്രത്തോട് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളോടും ഈ പോലീസിനെ വിശ്വസിച്ച് അന്തി ഉറങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളോടും തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ നവീൻ ബാബുവിന്റെ കേസ് മുങ്ങിപ്പോവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം അല്ലേ സാർ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.